കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള പ്രീമിയം ഡിസൈൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ. അതിലൊരു പാറ്റേൺ വന്നിരിക്കുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പിന്നെ നമ്മൾ ഓർഗാൻസിലുള്ളത് കാണുന്നുണ്ട്, പ്യോർ കോട്ടണിലുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് 4 കളേഴ്സാണ് ഉള്ളത്. ടോപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡസ്റ്റി ഗോൾഡൻ യെല്ലോ ടോണിലോട്ടാണ് വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓൾ ഓവർ ആയിട്ടൊരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റഡ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് നല്ലൊരു സിൽക്ക് ഫിനിഷ് ഇതിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലോട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള മിറർ വർക്ക് വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പട്ടയിലുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രെഡിലോട്ട്. പ്യോർ മഹേശ്വരി സിൽക്കിലാണ് ഇതിന്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇതിലേക്ക് വന്നിട്ടുള്ള പിങ്ക് കളറാണ്. അതിന്റെ ത്രെഡാണ് മിറർ വർക്കിലോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് കളറിൽ വരും. അപ്പൊ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഡീപ്പ് ഓണിയൻ പിങ്ക് ടോണിലോട്ടാണ്. അതിലോട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ടീൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ദുപ്പട്ടയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേണുമാണ്. ഡസ്റ്റി ടീൽ ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലൈലാക്ക് ആണ് ഇതിലേക്ക്. ഡീപ്പ് ഹെദർ പർപ്പിൾ മസ്റ്റാർഡ് യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വന്നേക്കുന്ന കളർ കോമ്പിനേഷൻ എല്ലാം ഒരു ഡിഫറെന്റ് ആയിട്ടാണ്. സോഫ്റ്റ് ഓർഗാൻസ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് 2 കളേഴ്സ് ആണ്. ഇത് വന്നിരിക്കുന്ന ഒരു പിസ്ത ഗ്രീൻ ടോണിലോട്ടാണ്. പിന്നെ ഇതിന്റെ യോക്ക് കട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നെക്കിലേക്ക് സ്കാലപ്പാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ താഴ് പോർഷനിലോട്ട് ഒരു സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വരും. ബാക്ക് സൈഡ് അതേപോലെ തന്നെ ഫുൾ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിന് അഡീഷണൽ ഫാബ്രിക് ഉണ്ട്. പ്ലെയിൻ വന്നിട്ട് എൻഡിലേക്ക് ബോർഡറും ക്രൂഷ്യ ലേസും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ആ സെയിം ഫാബ്രിക് കോമ്പിനേഷൻ ആണ്. മിഡിലേക്ക് പ്ലെയിനും സൈഡിലോട്ട് ബോർഡറും ക്രൂഷ്യ ലേസും മിഡിൽ പോർഷനിലായിട്ട് എംബ്രോയിഡറിയും വരുന്നുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിലാണ്. ഇതിൽ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പിങ്ക് ടോണിലോട്ടുമാണ്. ഇത് വന്നിട്ടുള്ളത് പ്യോർ കോട്ടൺ ആണ്. കംപ്ലീറ്റ്ലി ബ്ലോക്ക് പ്രിന്റ് ഫാബ്രിക് ആണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലോട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ക്രോസ് സ്റ്റിച്ച് വർക്ക് ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇടയ്ക്കൂടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് മിറർ വർക്ക്. സ്ലീവിന്റെ എൻഡിലോട്ടും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് 2 സ്ലീവ്സിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്രോസ് സ്റ്റിച്ച് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് നെറ്റ് കോട്ടയിലോട്ടാണ് ദുപ്പട്ട പെയർ ചെയ്യുന്നത്. ഇതിലേക്ക് ബ്ലോക്ക് പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ബോട്ടം പ്യോർ കോട്ടണിൽ ബ്ലാക്ക് കളറിൽ വരും. ഇപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഒരു ഡിസൈനും കൂടി അവൈലബിൾ ആണ്. സെയിം ഫാബ്രിക് എല്ലാം സെയിം ആണ്. അതിൻ്റെ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്ന വർക്കിലും ആ മിറർ വർക്കിൻ്റെ ഷേപ്പിലും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു പാറ്റേണിലുള്ള ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. ബോട്ടം പ്യോർ കോട്ടൺ ബ്ലാക്കിൽ. ഇതൊരു മൽചന്തേരി ഫാബ്രിക്കിലോട്ട് വന്നിട്ടുള്ളതാണ്. ഒരു സാൻഡിൽ ഷെയ്ഡിലോട്ട് വരുന്നതാണ്. നെക്കിലേക്ക് വി ഷേപ്പ് കൊടുത്തിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആപ്ലിക് എംബ്രോയിഡറി കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ ഗ്രീൻ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ എൻഡിലേക്കും ആ ഒരു സെയിം പാറ്റേണിലുള്ള ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് സെയിം ഫാബ്രിക്കിലാണ്. സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. 2 ഓപ്പോസിറ്റ് കോർണറിലായിട്ട് ആ ബഞ്ച് ഓഫ് ഫ്ലവർ ഡിസൈൻ ആപ്ലിക് വർക്ക് ആയിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ബോട്ടം വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്യോർ കോട്ടണിലാണ്. കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. യോക്കിലേക്ക് കംപ്ലീറ്റ്ലി ഒരു പാച്ച് വർക്ക് പാറ്റേൺ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് കാന്ത സ്റ്റിച്ച് പാറ്റേണിലാണ്. ദുപ്പട്ട വന്നിരിക്കുന്നതും കോട്ടയിൽ തന്നെയാണ്. അത് ഫുള്ളായിട്ട് ഈ കാന്ത വർക്ക് ചെയ്തെടുത്ത് എടുക്കുന്നതാണ്. ഫുൾ റൗണ്ട് വലിയ വീതിയിലുള്ള ബോർഡറിലുള്ള ഹാൻഡ് കാന്തയാണ്. അതുപോലെ മിഡിലാണെങ്കിലും കാന്ത പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ ആൻഡ് മെറൂൺ കളർ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.